നമസ്കാരം. ബി.ജെ.പിയിലെ അസംതൃപ്തരെ സ്നേഹത്തിന്റെ കടയിലേക്ക് സ്വാഗതം ചെയ്ത് സന്ദീപ് വാര്യർ എത്തുമ്പോൾ പ്രതിസന്ധിയിലാവുന്നത് ബി.ജെ.പി നേതൃത്വം. ഒരാളും രാഷ്ട്രീയമായി അനാഥമാവില്ല എന്ന ഉറപ്പാണ് സന്ദീപ് നൽകുന്നത്. ഇതോടെ സന്ദീപിന് പിന്നാലെ നിരവധി ബി.ജെ.പി അംഗങ്ങൾ കോൺഗ്രസിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരികയാണ്. പാലക്കാട് നഗരസഭയിൽ ബി.ജെ.പി അംഗങ്ങൾക്ക് നേതൃത്വത്തോടുള്ള എതിർപ്പുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. ഈ അംഗങ്ങളെ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ സന്ദീപ് ചരടുവലി നടത്തുന്നതായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. ഓപ്പറേഷൻ കൈപ്പത്തിയിലൂടെ ബി.ജെ.പി അംഗങ്ങളെ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിക്കാൻ സന്ദീപ് വാര്യർ ചടുലമായ നീക്കങ്ങളാണ് നടത്തുന്നത്. പാലക്കാട് ബി.ജെ.പിയിൽ ഭിന്നത രൂക്ഷമാകുമ്പോൾ ഇടപെടാൻ സാധിക്കാതെ കെ സുരേന്ദ്രന് നോക്കുകുത്തിയാകുന്നതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന മട്ടാണ്. ഇതിനിടെ RSS വിഷയത്തിൽ മൗനം പാലിക്കുന്നതും പ്രതിസന്ധി രൂക്ഷമാക്കുന്നു. സന്ദീപ് വഴി കൂടുതൽ അംഗങ്ങൾ കോൺഗ്രസിലേക്ക് എത്തുമെന്ന പേടി ബി.ജെ.പി നേതൃത്വത്തിന് ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. പാലക്കാട് സ്ഥാനാർത്ഥി നിർണയം ശരിയായില്ല എന്ന് നഗരസഭാ അധ്യക്ഷ പരസ്യമായി പറഞ്ഞത് കടുത്ത അച്ചടക്ക ലംഘനമെന്ന് വിലയിരുത്തുമ്പോഴും നടപടിയെടുക്കാൻ ബി.ജെ.പി മടിക്കുന്നത് സന്ദീപിന്റെ ഇടപെടൽ ഭയന്നാകണമെന്നതാണ് കണക്കൂട്ടൽ. ഏതെങ്കിലും തരത്തിൽ നടപടികളെടുത്താൽ സന്ദീപിന്റെ ചരടുവലിയിൽ കൂടുതൽ അംഗങ്ങൾ പാർട്ടി വിടുമെന്ന് ബി.ജെ.പി ഭയക്കുന്നുണ്ട്. പാലക്കാട് നഗരസഭാ കൗൺസിലർമാരെ സന്ദീപ് ബി.ജെ.പിയിലേക്ക് എത്തിക്കുമെന്ന അഭ്യൂഹങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇതിന് കൂടുതൽ വ്യക്തത വരുത്തുന്നതായിരുന്നു സന്ദീപിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. ആരുടെയും പേരെടുത്ത് പറയാതെയായിരുന്നു സന്ദീപിന്റെ കുറിപ്പ്. വെറുപ്പിന്റെ രാഷ്ട്രീയം വിട്ടു വരുന്നവരൊന്നും പേടിക്കേണ്ടതില്ല. കോൺഗ്രസിന്റെ തണലിലേക്ക് സ്വാഗതം. കോൺഗ്രസിലേക്ക് എത്തുന്ന ഒരാളും രാഷ്ട്രീയമായി അനാഥമാവില്ല എന്നായിരുന്നു സന്ദീപിന്റെ കുറിപ്പ്. ബി.ജെ.പി നേതൃത്വത്തോടുള്ള അമർഷത്തിൽ ബി.ജെ.പി മുൻ വയനാട് ജില്ലാ പ്രസിഡന്റ് കെ.പി. മധു ഇന്നലെ രാജിവെച്ചിരുന്നു. വിവിധ മുന്നണികളുമായി ചർച്ച നടക്കുന്നുണ്ടെങ്കിലും മധുവിനെ കോൺഗ്രസിലേക്ക് എത്തിക്കാനായി സന്ദീപ് ശ്രമിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് സന്ദീപ് വാര്യർ കെ.പി. മധുവുമായി ബന്ധപ്പെട്ടു. കോൺഗ്രസിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് സന്ദീപ് വാര്യർ കെ.പി. മധുവുമായി നിർണായക ചർച്ച നടത്തിയത്. സന്ദീപ് വാര്യർ ബന്ധപ്പെട്ടിരുന്നുവെന്നും ആലോചിച്ചറിയിക്കാമെന്നും മറുപടി നൽകിയതായും കെ.പി. മധു പറഞ്ഞു. ബി.ജെ.പിയിൽ നിന്ന് രാജിവെച്ചതിന് പിന്നാലെയാണ് കെ.പി. മധുവിനെ സന്ദീപ് വാര്യർ ബന്ധപ്പെട്ടത്. കെ.പി. മധുവിനായി LDF, UDF നേതാക്കൾ രംഗത്തുണ്ട്. UDFുമായി മാത്രമല്ല LDF നേതാക്കളുമായി ചർച്ച നടക്കുന്നുണ്ടെന്നും ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ UDFുമായോ LDFുമായോ സഹകരിക്കുമെന്നും കെ.പി. മധു പറഞ്ഞു. പൊതുപ്രവർത്തനായി തന്നെ തുടരാനാണ് തീരുമാനം. അതിന് യോജിച്ച തീരുമാനമായിരിക്കും എടുക്കുകയെന്നും കെ.പി. മധു പറഞ്ഞു. ബി.ജെ.പിയിലെ ഗ്രൂപ്പ് തല്ല് കേന്ദ്ര നേതൃത്വം ഇടപെട്ട് തൽക്കാലം അവസാനിപ്പിച്ചാലും വീണ്ടും അടി തുടങ്ങുമെന്നും മധു പറഞ്ഞു. രാജിവെച്ച ശേഷം ബി.ജെ.പിയിൽ നിന്ന് ആരും ബന്ധപ്പെട്ടിട്ടില്ലെന്നും ചില പ്രാദേശിക പ്രവർത്തകർ അവരുടെ വിഷമം പറഞ്ഞിരുന്നുവെന്നും കെ.പി. മധു പറഞ്ഞു. നേതൃത്വവുമായുള്ള ഭിന്നതയെ തുടർന്നാണ് ഇന്നലെ കെ.പി. മധു രാജിവെച്ചത്. ബി.ജെ.പിയിൽ തമ്മിലടിയും ഗ്രൂപ്പിസവുമാണെന്നും മധു ആരോപിച്ചു. തൃശൂരിൽ ബി.ജെ.പി ജയിച്ചത് സെലിബ്രിറ്റി സ്ഥാനാർത്ഥിയായതുകൊണ്ടാണെന്നും എല്ലാ പഞ്ചായത്തിലും സെലിബ്രിറ്റികൾക്ക് മത്സരിക്കാനാവില്ലെന്നും മധു പറഞ്ഞു. കഴിഞ്ഞ നൂറ്റാണ്ടായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ബി.ജെ.പിക്ക് ഒരു മാറ്റവും ഉണ്ടാക്കാനായില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. വയനാട്ടിൽ വന്യജീവി ആക്രമണ സമരത്തിനിടെ ക്രിസ്ത്യൻ പുരോഹിതർക്കെതിരെ നടത്തിയ പരാമർശത്തെ തുടർന്നാണ് മധുവിനെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ബി.ജെ.പി മാറ്റിയത്. അതേസമയം ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായി കെ സുരേന്ദ്രൻ 3 മാസം കൂടി തുടർന്നേക്കും. ബി.ജെ.പി സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ചട്ടക്കൂടുകൾ കാരണമാണിത്. കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ സംഘടനാ തിരഞ്ഞെടുപ്പ് മാത്രമായിരുന്നു ചർച്ച. ഉപതെരഞ്ഞെടുപ്പ് വിവാദം ചർച്ചയാക്കാൻ കെ സുരേന്ദ്രൻ അനുവദിച്ചില്ല. വിവാദങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ ഇല്ലാത്തതുകൊണ്ടാണത്. തന്ത്രത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയൊതുക്കി. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനെ കേരളത്തിൽ കണ്ടെത്തില്ല. പുതിയ ദേശീയ അധ്യക്ഷനെ നിശ്ചയിച്ച ശേഷമേ സംസ്ഥാന പ്രസിഡന്റിൽ തീരുമാനം വരൂ. അതായത് സംസ്ഥാന അധ്യക്ഷനെ നിശ്ചയിക്കാനുള്ള അധികാരം ദേശീയ നേതൃത്വത്തിന് നൽകും. സമാനമായി പുതിയ സംസ്ഥാന പ്രസിഡന്റ് വന്ന ശേഷമേ ജില്ലാ അധ്യക്ഷന്മാരെയും തീരുമാനിക്കൂ. അവിടെയും സംഘടനാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല. എന്നാൽ ബൂത്ത് മുതൽ മണ്ഡലം തല വരെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യും.